നിഖിൽ ഗോപാലകൃഷ്ണൻ. അപ്പം അല്ല, ഇതൊക്കെ കേട്ടപ്പോ അങ്ങേക്ക് എന്തോ തോന്നുന്നു? ഇവരുടെയൊക്കെ സ്റ്റോറി കേൾക്കുമ്പോൾ നല്ല രസം. കാരണം അല്ല, ഞാനെപ്പോഴും നോക്കണത് ഇതിലത്തെ ഒരു സാമ്പത്തിക വശം കൂടിയാണ്. സോ ഇറ്റ്സ് നൈസ്. സാമ്പത്തിക വശം ആലോചിക്കാൻ കാര്യം എന്താ? അല്ല, അങ്ങനെയാണെങ്കിൽ താടിക്കാരനെ കൈയോടെ പിടിക്കേണ്ടത്. അല്ല, താടിക്കാരൻ അതായത് ഗൂഗിൾ കമ്പനി ഒരുവിധം ഞെട്ടിക്കാൻ പാടാ. ആ ഗൂഗിൾ കമ്പനി ഞെട്ടിക്കാണും. ഒരുത്തം വെറും ബീഫ് കൊണ്ട് 8 മില്യൺ ഉണ്ടാക്കി എന്ന് പറഞ്ഞ. അല്ല, ഇത് നമ്മുടെ ഇദ്ദേഹം ജനിച്ച സ്ഥലവും നന്നായി. കാരണം മലയാളികളുടെ ഈ ബീഫിന്റെ ശരിക്കും നടക്കും. ഞാനും ഇദ്ദേഹത്തിന്റെ ബീഫ് കണ്ടിട്ട് ഞാനും വീട്ടിൽ ഞാനപ്പോ എന്റെ വൈഫിനെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചു. വൈഫ് എന്താ ഇന്നേ? വൈഫ് എഴുതും. അങ്ങയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രം എന്താ? ശരിക്കും അമ്മൂമാരൊക്കെ പറഞ്ഞ പരിപാടി കിട്ടണേക്കാളും കുറച്ച് ജീവിക്കാൻ പഠിക്കാം, അതോടൊപ്പം നാളുണ്ടെന്നുള്ള ഒരു ഓർമ്മയില് ചെയ്തു കഴിഞ്ഞാൽ സേവ് ചെയ്യണമെന്ന് തന്നെയല്ലേ. ചില ആൾക്കാരുണ്ട് തിന്നാ കുടിക്കുക ഉറങ്ങുക, നാളെ എണീറ്റാലല്ലേ ഉള്ളൂ. പക്ഷെ ഇതില് സത്യത്തിൽ ഒരു ബാലൻസ് ഉണ്ടായാൽ മതി. കാരണം ഇപ്പൊ എനിക്ക് ഇപ്പൊ 2 ടൈപ്പ് ആൾക്കാരാണ് വരുന്നത്. അപ്പൊ ചില ആൾക്കാർ പറയും എനിക്കൊരു ടൂർ പോകുമ്പോൾ പോലും ഒരു കുറ്റബോധമാണ്. കാരണം ഞാനൊരു ഇനി ഇത് എന്റെ റിട്ടയർമെന്റ് ബുദ്ധിമുട്ടാവും. അപ്പൊ പറഞ്ഞാൽ വെച്ചാൽ ഇപ്പൊ ഹാപ്പി ആയാലല്ലേ റിട്ടയർമെന്റ് ഒക്കെ നന്നാക്കാൻ പറ്റത്തുള്ളൂ. ഈ കുടുംബം മുഴുവനുള്ള നമ്മുടെ സൊമാലിയ മാറി വേറെ കേസാ. അപ്പം കടൽ കൊള്ളക്കാരെ പീഡിപ്പിച്ച മനുഷ്യനത്. അപ്പൊ ബാക്കി എല്ലാരെയും കൂടെ കണക്കിലെടുക്കുമ്പോഴേ അങ്ങേക്ക് ഇവർക്കൊരു അഡ്വൈസ് കൊടുക്കാൻ എന്തുവാ? അയ്യോ, അഡ്വൈസ് എനിക്ക് തോന്നുന്നത് ഈ 2 പേര് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് വരാന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് തിങ്. അപ്പൊ സോ ഇതിലത്തെ ഒരു കാര്യം പറഞ്ഞാലേ, ഒരു 2 പേരും ഒരു ടീം ആവാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം. അപ്പൊ അറ്റ്ലീസ്റ്റ് അല്ല, ഇവിടെ വരാൻ പലരും മടിക്കുകയും ചെയ്യും. കാര്യം എന്താ അറിയോ, ഞാൻ ഇവര് ഇപ്പൊ ഇത്രയും ചോദിച്ചു കഴിഞ്ഞാലുള്ള സത്യം പറയാം. അപ്പം ഭാര്യയെ സംസാരിക്കുമ്പോൾ ഞാൻ ഭർത്താവിന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കും. എന്നുവെച്ചാൽ ഭാര്യ കള്ളത്തരം പറയുകയാണെന്ന് ഭർത്താവിന്റെ മുഖത്ത് നോക്കുമ്പോൾ അറിയാമല്ലോ. അപ്പൊ ഇവരിവിടെ വരുമ്പം ഇവരറിയാതെ നേര് പറഞ്ഞു പോകും. വീട്ടിൽ ചെന്ന് അടിയായിരിക്കും. നീ എന്തിനാണെങ്കിൽ അവിടെ പോയി അതൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ പക്ഷെ ശ്യാം കണ്ടിരുന്ന് കള്ളച്ചിരിക്കുന്നുണ്ടോ? അതെ. അല്ല, ശരിക്കും പറഞ്ഞല്ലേ, ഇതില് നമ്മള് എല്ലാ ഹാപ്പിനെസിനും ഒരു ടാഗ് ലൈൻ ഉണ്ട്. അത് വേണം. അപ്പൊ ആ ടാഗിന് വരാൻ ഒരു പ്രൈസ് ഉണ്ട്. ആ പ്രൈസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാലേ എല്ലാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.